ഹലോ എവരി വൺ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അല്ലേ? കേരള PSCയുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്ന് തുടങ്ങിയ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ഒരു മാസത്തോളം അതിനിടയിലായിട്ട് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞ ഷോർട്ട് ലിസ്റ്റ് ആണല്ലേ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 2 ആഴ്ച മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് ലിസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളത്. സോ ഷോർട്ട് ലിസ്റ്റ് വന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ? സോ ഇതാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കേരള PSCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കേരള PSCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. സോ കാറ്റഗറി നമ്പർ 678/2022 ആയിരുന്നു. ദെൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 18/12/2023 കേട്ടോ. 2 ദിവസം മുമ്പത്തെ ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് നോക്കിയാലോ, ആരുടെയും ലിസ്റ്റിൽ നിന്ന് ഇൻവാലിഡേഷനൊന്നും ആയിട്ടില്ല. ജൂൺ 16 നടന്ന പരീക്ഷയായിരുന്നു. 678/2022 സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാം ആയിരുന്നു. ഏകദേശം നിലവിൽ എത്ര 38 വേക്കൻസികൾ ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നിങ്ങൾ നോക്കിയേ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അതിൻ്റെ സാലറി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ മെയിൻ ലിസ്റ്റിൽ എത്രത്തോളം ആൾക്കാരുണ്ട് നമുക്ക് നോക്കിയാലോ. കണ്ടോ, മെയിൻ ലിസ്റ്റിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്കിവിടെ അറിയാൻ വേണ്ടി പറ്റും. സോ 97 പേരാണ് മെയിൻ ലിസ്റ്റുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 119 പേര്. ദെൻ ടോട്ടൽ 228 പേരാണ് മെയിൻ ലിസ്റ്റിൽ, നമ്മുടെ ഈ ഷോർട്ട് ലിസ്റ്റിൽ കാണുന്നത്. 53.67 ആണ് കേട്ടോ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 53.67 ആണ് കട്ട് ഓഫ്. 97 പേരാണ് ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കുറച്ചുകൂടി അധികം പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിലവിൽ 37 വേക്കൻസികൾ ഉണ്ടല്ലോ അല്ലേ. സോ കുറച്ചുകൂടി പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടാകാമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ലിസ്റ്റ് പ്രകാരം എനിക്ക് തോന്നുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്കും നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം നിലവിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൽ എത്ര വേക്കൻസി ഉണ്ട് നമുക്ക് നോക്കിയാലോ. കാറ്റഗറി നമ്പർ 678/2022 അല്ലേ. അതാണ് ഞാൻ നോക്കാൻ വേണ്ടി പോകുന്നത്. അതെന്ത് ചെയ്യണം, സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ പോവുക. 678/2022 അല്ലേ. സോ 678 എടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, 15, 19, 20, 8, 15, 19, 19, 11, 30, 38 വേക്കൻസീസ് നിലവിലുണ്ട്. കണ്ടോ, 38 വേക്കൻസികൾ നിലവിലുണ്ട്. സോ മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണുള്ളത് നിങ്ങൾ നോക്കിയേ. മെയിൻ ലിസ്റ്റിൽ 97 പേരാണ്. സോ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കുറച്ചുകൂടി മെയിൻ ലിസ്റ്റിൽ ആൾക്കാരെ ഉൾപ്പെടുത്താമായിരുന്നു. സോ ഈ ഒരു ലിസ്റ്റ് പ്രകാരം മെയിൻ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമല്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്കും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം 3 വർഷത്തോളം വാലിഡിറ്റി ഉള്ള ലിസ്റ്റാണല്ലോ അല്ലേ. ദെൻ ഇതേ ലിസ്റ്റിലുള്ള ആൾക്കാർ സബ് എഞ്ചിനീയർ, അതേപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോലെയുള്ള പരീക്ഷകളിലും ലിസ്റ്റിലുണ്ടാവും. സോ അവർ അങ്ങനെയുള്ള ജോലികൾ ചൂസ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ അടുത്തടുത്ത ആൾക്കാർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു എക്സാം സീസണിൽ പരീക്ഷ എഴുതിയ ആൾക്കാർക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ നിങ്ങൾ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്ക് പാരലായിട്ട് കുറേയധികം ലിസ്റ്റുകൾ ഉണ്ട് എന്നുള്ള കാരണത്താൽ. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. എത്രയാണ് ടോട്ടലുള്ള ആൾക്കാരുടെയാണ്? 228 പേരാണ് ഷോർട്ട് ലിസ്റ്റുള്ളത്. 97 പേര് മെയിൻ ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 119 പേര്, 12 പേര് ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ലിസ്റ്റിലുള്ളവർ. സോ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഒരു ചാനലിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ദെൻ ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് അവിടെ ഒരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ആവശ്യമാണ് തോന്നുകയാണെങ്കിൽ, കണ്ടിട്ട് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അതുകൂടാതെ ഇന്ന് രാത്രി 7 മണിക്ക് നമ്മുടെ പാർട്ട് 14 വീഡിയോ കൂടി വരുന്നതായിരിക്കും. സോ ഇത്രയും ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്